Hello guys, welcome back to our channel. This is me with Maloof എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ കുറോഗറി അവൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആൽഫാർ 1 ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് അവരുടെ കയ്യിൽ ആ ഒരു റെക്കോർഡിംഗ് സിസ്റ്റം അതങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം കൊറോഗറിക്ക് അറിയാം. അവനാണെങ്കിൽ ആർക്കൊക്കെ ഏതൊക്കെ സ്ഥലത്തേക്കാണ് ടെലിപ്പോർട്ട് ചെയ്യേണ്ടത് അതനുസരിച്ച് ടെലിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ടോഗയെ കൃത്യമായിട്ട് ഈ ബോക്സ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടേക്ക് വന്ന ടോഗയാണെങ്കിൽ ഒരുപാട് ട്വൈസുകളെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ടോഗയുടെ തൊട്ട് പിന്നാലെ ഉറാറക്കയും കൊഫിയും അവർ രണ്ടുപേരും അവിടേക്ക് അടിച്ചു വന്ന് വീഴുകയാണ്. ഓൾറെഡി ആൽഫാർ 1ഉം ടോബിയും എല്ലാവരും ഇപ്പൊ അവിടെ ഉണ്ട്. ഇനി അവിടെ നടക്കാൻ പോകുന്നത് വലിയ യുദ്ധം തന്നെയായിരിക്കും. ടോബിയും ട്വൈസും അവർ രണ്ടുപേരും ഒരുമിച്ച് അവിടേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാരുടെ അവസ്ഥ അത് വളരെ മോശമാകാൻ പോവാണ്. ഇപ്പൊ ന്യൂസിലും ആ കാര്യങ്ങൾ തന്നെയായിരിക്കും ലൈവായിട്ട് പറയുക. കൊഫി ആണെങ്കിൽ ചുറ്റും നോക്കും, സിറ്റുവേഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും ജിറോയും കാക്കത്തലയനും അവർ രണ്ടുപേരും അവിടേക്ക് വരിക. അവരെ കാണുമ്പോൾ അവർക്ക് കുറച്ച് ആശ്വാസം തോന്നും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. അവളാണെങ്കിൽ ട്വൈസിന്റെ ഒരുപാട് ക്ലൗൺസുകളെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഉറുമ്പുകളെ പോലെ അവറ്റകൾ അവിടെ തടിച്ചു കൂടുകയാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ ഉപ്പാന്റെ അവസ്ഥ വളരെ മോശമായി തീരും. മാത്രമല്ല ഉയരത്തിൽ നിൽക്കുന്ന ഇവർ 4 പേരിൽ ആരെങ്കിലും ഒരാൾ താഴേക്ക് വീണാൽ പോലും അവർ തവിട് പൊടിയാവും. ടോബിയുടെ ഹീറ്റ് ആണെങ്കിൽ ഒരു ഭാഗത്ത് കൂടി കൂടി വരും. അവർക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം എങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്താൽ അത് തോൽവി മാത്രമായിരിക്കും അവർക്ക് തരിക എന്ന്. അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് മറ്റൊരു വഴിയും കാണുന്നില്ല. ഇവിടെ എൻഡവർ ആണെങ്കിൽ ഒരു കൈ വെച്ച് തന്നെ ടോബിയെയും അതുപോലെ തന്നെ ആൽഫാർ 1നെ നേരിടും. അപ്പോഴായിരിക്കും ടോബിയുടെ ആ ഫയർ പവർ അത് നാം ശ്രദ്ധിക്കുക. ഇത് ടോഡ്രോക്കിയുടെ പവറും സ്റ്റൈലുമാണ്. ഇതെങ്ങനെ ഈ ടോയ്ക്ക് ലഭിച്ചു? ടോഡ്രോക്കിക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിക്കും. അതിനവൻ പറയും, പേടിക്കണ്ട ഡാഡി, ഞാൻ അവനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അവൻ ഭയങ്കര പവർഫുൾ ആണ്, എന്റെ ബ്രദറല്ലേ, അതുകൊണ്ട് തന്നെ അവനെ കൊല്ലാൻ എനിക്ക് കഴിഞ്ഞില്ല. അവനെ കൊന്നൊരു ഗിഫ്റ്റായിട്ട് അങ്ങേക്ക് തരണമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അത് സാധിച്ചില്ല. പേടിക്കേണ്ട ആവശ്യമില്ല, അങ്ങേ ഉറപ്പായാലും ഞാൻ കൊല്ലുമെന്ന് പറയും. ആൽഫാർ 1നാണെങ്കിൽ കോൺഫിഡൻസ് കൂടി വരും. ഇപ്പൊ കാറ്റ് എനിക്ക് നേരെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം എനിക്ക് ഫേവറബിൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറോഗറി അവൻ എഴുന്നേറ്റ് കഴിഞ്ഞു. ആൽഫാർ 1 ആണെങ്കിൽ അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് മൾട്ടിപ്പിൾ ഐഡിയാസ് അതങ്ങനെ ആലോചിച്ച് വെക്കും. ഇപ്പൊ അതിലൊരു മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐഡിയയാണ് കുറോഗറെ ഉപയോഗിച്ച് ഡബോറയെ ഹെൽപ്പ് ചെയ്യുക എന്നത്. ആൽഫാർ 1 കരുതിയതുപോലെ തന്നെ അതിപ്പോ കറക്റ്റ് ആയിട്ട് വർക്കൗട്ടായി. ഇനി എത്രയും വേഗം ഡബോറയുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ അവനെ പൂർണ്ണമായിട്ട് കൺട്രോൾ എടുത്ത് എനിക്ക് ഇവിടെ നശിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കിയ ആൽഫാർ 1 അവനെ ലക്ഷ്യമാക്കി പോകും. അടുത്ത നിമിഷം ഷോക്സ് ആണെങ്കിൽ ഇപ്പൊ ആൽഫാർ 1നെ ബ്ലോക്ക് ചെയ്യുകയാണ്. ആൽഫാർ 1 ആണെങ്കിൽ അവനെ ട്രിഗർ ചെയ്യും. എന്തു പറ്റി? നീ ഇപ്പൊ ഫൈറ്റ് ചെയ്യേണ്ടത് ഡോഗ ട്വൈസായി മാറിയ അവനോടല്ലേ? ട്വൈസുമായിട്ടല്ലേ നീ ശരിക്കും ഫൈറ്റ് ചെയ്യേണ്ടത്? അതിന് ഓക്സ് ആണെങ്കിൽ അവനോട് പറയും, ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ നീ ഇപ്പൊ ഇവിടെ നിൽക്കേണ്ട ആളല്ലേ? ഡബോറെ ഹെൽപ്പ് ചെയ്യാൻ നീ എന്തിനു പോണം? അവനെ കൊണ്ട് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലേ? അതിന് ആൽഫാർ 1 പറയും, അവൻ പൂർണ്ണമായിട്ട് ഇതുവരെ ട്രാൻസ്ഫർമേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ബോഡി ലെവലിൽ അവൻ ഓക്കെയാണ്, പക്ഷേ അവൻ സെൻസിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രാപ്തനായിട്ടില്ല എന്ന് പറയും. അത് കേട്ട് ഓക്സ് ആണെങ്കിൽ എൻഡവറിനെ വിളിക്കും. കാര്യങ്ങൾ നമ്മൾ കരുതുന്നത് പോലെയല്ല, സ്പ്ലിറ്റ് ചെയ്ത് ഒറ്റവായിട്ട് ഫൈറ്റ് ചെയ്യാൻ നമ്മൾ കരുതി. പക്ഷെ ഇവരെല്ലാവരും ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ്. ഇനി ഇവരുടെ ലക്ഷ്യം അത് ഉറപ്പായാലും ഇസക്ക് തന്നെയായിരിക്കും. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ മകൻ ടോഗയെ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കരുത്. എൻഡവറിനാണെങ്കിൽ ഇതിനെന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. കാരണം ടോഗ അദ്ദേഹത്തിന്റെ സ്വന്തം മകനാണ്. അവനെ ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. ആൽഫാർ 1 ആണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കും. നീ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ എൻഡവറിന്റെ ശത്രു ഞാനല്ലേ? ഞാനുമായിട്ടല്ലേ അവൻ ഫൈറ്റ് ചെയ്യേണ്ടത്? ഓൾറെഡി എൻഡവറിന് ഒരു കൈ നഷ്ടപ്പെട്ടു. ഇനിയുണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്ത് അവനോട് ജയിക്കാനായിട്ട് പറയാൻ ഓക്സ് പറയും. അത് കേട്ട് ഓക്സ് ഓൾമൈറ്റിനെ ചൂണ്ടിക്കാണിക്കും. നീ ഓൾമൈറ്റുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഒരു തവണ ദയനീയമായിട്ട് പരാജയപ്പെട്ടവനല്ലേ? അവരങ്ങനെ സംസാരിക്കുന്ന അതേ സമയം എൻഡവറിന്റെ മകനാണെങ്കിൽ അവനെ നശിപ്പിക്കാൻ എൻഡവറിന് നേരെ വരും. എൻഡവറും ഇപ്പൊ എല്ലാത്തിനും തയ്യാറായി ഫയർ കൊണ്ട് ഒരു ചെറുകഥനം മുളപ്പിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് കോറ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് ഇപ്പൊ കുറോഗറി ട്വൈസിനെയും അതുപോലെ തന്നെ ടോഗയെയും കൊണ്ടുവരും. അതോടൊപ്പം തന്നെ മൈക്കിനെയും അവരവിടേക്ക് കൊണ്ടുവരും. ട്വൈസ് ആണെങ്കിൽ ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ ഐസമയുടെയും ടീമിന്റെയും ദേഹത്തേക്ക് അവറ്റകൾ വന്ന് വീണ് ഇപ്പൊ അവരുടെ പ്ലാൻ അത് ബ്രേക്ക് ആവുകയാണ്. മാത്രമല്ല ഡബോറയുടെ ക്വിക്സ് പവർ അതിപ്പോ പഴയതുപോലെ വർക്കൗട്ട് ആവാനായിട്ട് തുടങ്ങും. ഡബോറയുടെ പവർ അത് പുറത്തേക്ക് വരേണ്ട താമസം അവർ ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സ്ഥലം തന്നെ തകരുകയാണ്. ഇവിടെ നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ആ സ്ഥലമെങ്കിലും താഴെ വീഴാതെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും സെപ്റ്റിക് ആണെങ്കിൽ നൈസായിട്ട് അത് മുഴുവനായിട്ടും ഹാക്ക് ചെയ്ത് എടുത്തു എന്ന് അവൾ മനസ്സിലാക്കും. അവനാണെങ്കിൽ ആ കഫീൻ മുഴുവനായിട്ടും ഇപ്പൊ കൺട്രോൾ എടുത്തിരിക്കുകയാണ്. ഇസുക്ക് പൈനാണെങ്കിൽ ഷോക്കാവും. കാരണം കുറോഗറി അവൻ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. സോ ഡബോറയുടെ പവർ അവന് തിരികെ കിട്ടി. അവന്റെ ക്വിക്സ് പവർ ഉപയോഗിച്ച് ജസ്റ്റ് ആ ഒരു ഫ്ലോറിൽ ടച്ച് ചെയ്താൽ മതി, അവിടെയുള്ളതെല്ലാം തന്നെ കത്തിക്കരിഞ്ഞ് ചാമ്പലാവും. ഡബോറയ്ക്കാണെങ്കിൽ അവന്റെ കോൺഷ്യസ്നെസ് തിരികെ കിട്ടി. ഇപ്പോ നമ്മുടെ ഹീറോയെ വെല്ലുവിളിക്കുകയാണ്. അതേസമയം സെപ്റ്റിക് ആണെങ്കിൽ US സ്കൂൾ മുഴുവനായിട്ടും കൺട്രോൾ എടുത്ത് ആ ഒരു മുകളിലെ ബേസ് അത് താഴേക്കിടാനായിട്ട് തുടങ്ങും. ഹീറോയ്ക്ക്
അവരെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ആ ഡബോറ അവൻ അവിടെ മുഴുവൻ നശിപ്പിക്കും. ആണെങ്കിൽ ഇപ്പൊ ഹീറോയോട് പറയും, ഞാൻ ഓൾറെഡി ആ ഒരു അൾട്ടിമേറ്റ് പവർ, ഗിയർ ഷിഫ്റ്റിംഗ് പവർ അത് ഉപയോഗിക്കുമ്പോൾ അവനെ കൊല്ലണമെന്ന് പറഞ്ഞതാണ്, നിനക്കതിന് കഴിഞ്ഞില്ല. പക്ഷേ നിന്റെ അറ്റാക്കിൽ എന്റെ ബോഡിയിൽ ഇപ്പോഴും നല്ല രീതിയിൽ ഇമ്പാക്റ്റ് പറ്റിയിട്ടുണ്ട്. ഇതൊരു പറ്റിയ സന്ദർഭം തന്നെയാണ്. ഈ ഒരു സന്ദർഭം മുതലെടുത്ത് നീ വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യണമെന്ന് കൂടെ പറയും. കട്ട് ചെയ്ത സ്കെപ്റ്റിക് ആണെങ്കിൽ ഇപ്പൊ ഹായ് ആയിട്ട് അവനെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോഴായിരിക്കും ഒരു പെൺകുട്ടി അവന്റെ സ്ക്രീനിലേക്ക് വരിക. വാവ്, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു പറയും. അത് കേട്ട് സ്കെപ്റ്റിക് അവൻ ഞെട്ടും. പെൺകുട്ടിയെ കണ്ട് അവനാണെങ്കിൽ പാനിക് ആവും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ലാബ്ര, ആ ജെന്റിൽ ക്രിമിനൽ അവനോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടിയാണത്. അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും അവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് ശ്രമിക്കും. അവളാണെങ്കിൽ ഇപ്പൊ പോലീസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അവൾ അവനോട് പറയും, ഞാൻ ജസ്റ്റ് ഒരു ട്രയലിന് വേണ്ടി മാത്രമാണ് ഇവിടേക്ക് വന്നത്. സോ നീ ചെയ്ത കാര്യങ്ങളെല്ലാം സെക്കൻഡുകൾ കൊണ്ട് ഞാൻ ഡൈവേർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറയും. അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് ചെയ്തതെല്ലാം അവന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ അവളാണെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് തുടങ്ങും. അവനെ കൊണ്ടാണെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ അത് നോക്കി വണ്ടറടിച്ചിരിക്കും. സ്കെപ്റ്റിക്കിനാണെങ്കിൽ കൺട്രോൾ പോവും. ലാസ്റ്റ് ടൈമും അവൾ ഇതുപോലൊരു 8ന്റെ പണി കൊടുത്ത് അവൻ ഒരുപാട് മണി ലോസ് ഉണ്ടായതാണ്. അവൻ ആ കാര്യം പറഞ്ഞ് അലറും. ഉടനെ അവളാണെങ്കിൽ ഒരുപാട് ക്യാറ്റ്സിനെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന് ഡാൻസ് ചെയ്യിപ്പിക്കുകയാണ്. സ്കെപ്റ്റിക് ആണെങ്കിൽ അവന്റെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ ആൾക്കാരെ കൊണ്ടുവന്ന് ആ സിസ്റ്റംസ് ഒക്കെ എടുത്ത് അവിടുന്ന് ഉഷാറായിട്ട് ഓടാനായിട്ട് തുടങ്ങും. തങ്ങളുടെ ഈ ഒരു റെവല്യൂഷൻ നിന്നെ കൊണ്ട് തകർക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ ചാടി ഓടും. കഫീനെ പൂർണ്ണമായിട്ടും അവനെ കൊണ്ട് ഹാക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അത് കൺട്രോൾ നഷ്ടപ്പെട്ട് ആടി ഒലഞ്ഞു നിൽക്കും. ഇവിടെ നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ കഷ്ടപ്പെട്ട് കോഡ്സ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയ കൺട്രോൾ തിരികെ പിടിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് എനിക്ക് തെറ്റിയത്, ആരാണ് എന്നെ ചതിച്ചത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയും. ബേസിന്റെ കൺട്രോൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട് അതങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞും കറങ്ങിയൊക്കെ താഴെ വീഴാനായിട്ട് റെക്റ്റായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ഇസക്കും ഇത്തോറയ്ക്ക് ഫൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ ഓൾറെഡി ടയേർഡാണ്. ഡബോറയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. അതേ അവസ്ഥയിൽ തന്നെയാണ് ഡബോറയും. മറ്റൊരു ഭാഗത്ത് സൂപ്പർ ഹീറോസ് ആണെങ്കിൽ പുറത്തേക്ക് വന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമെങ്കിലും അവിടെ മുഴുവൻ ട്വൈസുകൾ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. മുകളിലാണെങ്കിൽ സ്റ്റാർ ആൻഡ് സ്നൈപ്പറിന്റെ ആൾക്കാരുണ്ട്. താഴേക്ക് വലിയ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള സൂപ്പർ ഹീറോസും ജനങ്ങളെല്ലാവരും മരണപ്പെടും. അതുകൊണ്ട് അവർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അടുത്ത നിമിഷം ആ ജെന്റിൽ ക്രിമിനൽ ആണെങ്കിൽ താഴേക്ക് വരികയാണ്. മറ്റൊരു ഭാഗത്ത് സെപ്റ്റിക് ആണെങ്കിൽ പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുമ്പോൾ സൂപ്പർ ഹീറോസ് ആണെങ്കിൽ അവനെ റൗണ്ട് ചെയ്ത് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. ലാബ്രയും ജെന്റിൽ ക്രിമിനലും അവർ രണ്ടുപേരും ഇപ്പൊ കൈകോർക്കും. നമുക്ക് ചെയ്തു തന്ന ഹെൽപ്പിന് നമ്മൾ ഹീറോസിനെ സഹായിക്കേണ്ട സമയം എത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞ് അവരിപ്പോൾ ഹീറോസിനെ സഹായിക്കാൻ തുടങ്ങും. ചെയ്ത ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഇവർ രണ്ടുപേരും എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത് എന്നുള്ള ഫ്ലാഷ് ബാക്കിൽ ഇപ്പൊ ആ ഒരു ടാറ്റാറസ് പ്രിസൺ അത് തകരുന്ന സീനായിരിക്കും കാണിക്കുക. ആ സമയം വലിയ വലിയ ക്രിമിനൽസ് എല്ലാം തന്നെ ഹെലികോപ്റ്ററിലും വിമാനത്തിലൊക്കെ അവിടുന്ന് പറന്ന് രക്ഷപ്പെട്ടു പോകും. ചില ലോക്കൽ ക്രിമിനൽസ് ആണെങ്കിൽ രക്ഷപ്പെട്ടു പോകാനുള്ള പാത്ത് അത് ഓപ്പൺ ആയത് കാണുമ്പോൾ അതുവഴി ഉഷാറായിട്ട് ഓടും. അത് കണ്ട ജെന്റിൽ ക്രിമിനൽ ആണെങ്കിൽ അവരെ എല്ലാവരെയും ബ്ലോക്ക് ചെയ്ത് തടഞ്ഞു വെക്കും. ആ ഒരു ജെന്റിൽ ക്രിമിനലിനെ അവനെ കൺവീൻസ് ചെയ്താണ് ആ ജയിലിലേക്ക് കൊണ്ടുവന്നത് പോലും. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവരാരും അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പാടില്ല എന്ന ആഗ്രഹമുണ്ട്. അവൻ അവരുടെ കാലിൽ വീണ് പറയും, നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റാണ്. നമ്മൾ ഒരു കാരണവശാലും ഇവിടെ നശിപ്പിച്ച് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പാടില്ല. നിങ്ങൾ ഇത്രയും പേരെ തോൽപ്പിക്കാനുള്ള കഴിവ് എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അത് കേട്ട് പ്രിസണേഴ്സ് എല്ലാവരും അവനോട് ദേഷ്യപ്പെടും. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. പുറത്തേക്ക് പോകാനുള്ള ഒരു വിശാലമായിട്ടുള്ള കവാടം തുറന്നു കിട്ടിയത്. ഇത് ഞങ്ങൾ സ്പോയിലാക്കില്ല, ഞങ്ങൾക്ക് രക്ഷപ്പെട്ടേ പറ്റൂ എന്ന് പറഞ്ഞ് അവരെല്ലാവരും അവനെ ചവിട്ടി മതിച്ച് പോകാനായിട്ട് ശ്രമിക്കും. ആ സമയം ആളാണെങ്കിൽ ഇസുക്ക് മിത്തോറിയായിട്ട് ഫൈറ്റ് ചെയ്ത സമയത്ത് ഇസുക്ക് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കും. നമ്മുടെ ഫ്യൂച്ചർ അത് നമുക്ക് ബ്രൈറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ മറ്റൊരാളുടെ ലൈഫ് എങ്കിലും നമ്മൾ ബ്രൈറ്റ് ആക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞ വാക്കുകൾ അവന്റെ മനസ്സിലേക്ക് വരും. അവൻ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഫൈറ്റ് ചെയ്യാൻ ഇപ്പൊ കളത്തിലേക്ക് ഇറങ്ങും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജെന്റിൽ ക്രിമിനൽ ആണെങ്കിൽ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ച എല്ലാവരെയും അടിച്ച് പഞ്ചറാക്കി അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. സോൾജിയേഴ്സ് ആണെങ്കിൽ നിനക്ക് എന്താണ് ആവശ്യം ചോദിക്കും. അതിനവൻ പറയും, എനിക്ക് ലാബ്രയെ മീറ്റ് ചെയ്യണം. അതിനുശേഷം ഇസക്ക് മിത്തോറിയെയും. ജെന്റിൽ ക്രിമിനലിന് വേണമെങ്കിൽ അവന്റെ ഇഷ്ടത്തിന് ലാബ്രയെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ അവന്റെ മനസ്സ് മാറ്റിയതുകൊണ്ട് തന്നെ അവൻ അവരോട് റിക്വസ്റ്റ് ചെയ്യും. അതിനാൽ അവരാണെങ്കിൽ ലാബ്രയെ മീറ്റ് ചെയ്യാനും പിന്നീട് ഇസുക്കിനെ ഹെൽപ്പ് ചെയ്യാനും ഒരു ചാൻസ് അവന് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത പ്രസന്റിൽ ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അവനിപ്പോ ആ ഒരു വലിയ കാരിയർ ബോക്സ്, വലിയ ഫൈറ്റിംഗ് ഫീൽഡ് ബോക്സ് അതങ്ങനെ അവന്റെ ശക്തി ഉപയോഗിച്ച് ക്യാച്ച് ചെയ്ത് പിടിക്കുകയാണ്. അവനാണെങ്കിൽ ഒരു വിധത്തിൽ അത് ബാലൻസ് ചെയ്യും. അടുത്ത നിമിഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ തിരിച്ചറിയും അത് ചെയ്തത് മറ്റാരുമല്ല, സാക്ഷാൽ ജെന്റിൽ ക്രിമിനൽ ആണെന്ന്. അവനാണെങ്കിൽ ജെന്റിൽ ക്രിമിനലിനെ ഓർത്ത് ആനന്ദ കണ്ണീരൊഴുക്കുകയാണ്. ഓപ്പോസിറ്റ് ജെന്റിൽ ക്രിമിനലും ആനന്ദ കണ്ണീരൊഴുക്കും. ഡബോറയാണെങ്കിൽ ഇതാണ് പറ്റിയ അവസരം എന്ന് പറഞ്ഞ് അവന്റെ ബോഡി മൂവ് ചെയ്യിപ്പിച്ച് ആ ഒരു ബേസ് തകർക്കാൻ കൈ താഴേക്ക് കൊണ്ടുവരും. അടുത്ത നിമിഷം ഒരു ബുള്ളറ്റ് ആണെങ്കിൽ അവന്റെ കൈ തകർക്കുകയാണ്. അത്തരത്തിലുള്ള ബുള്ളറ്റ് ഉപയോഗിക്കുന്നത് മറ്റാരുമല്ല, ലേഡി നഗറ്റ്. സത്യത്തിൽ അവൾ വില്ലന്മാരെയാണ് ഇത്രയും കാലം ഹെൽപ്പ് ചെയ്തത്. ഇപ്പോ അവൾ ഹീറോസിനോടൊപ്പം ചേർന്നിരിക്കുകയാണ്.
അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.